ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന absorption of digested food. Absorption of digested food. So we say the digested food as glucose, amino acid, fatty acid, glycerol, these all will be absorbed to our bloodstream. So how it is getting absorbed, we will see in which way it is getting absorbed to our body. Now you see there are different methods of absorption. One is simple diffusion, another one is facilitated type of diffusion, one is active transport, another type of transportation it occurs according to osmotic gradient, and we can see fatty acid and all it will be absorbed in another form. Okay, now we will see what is this simple diffusion occurs and which type of molecule undergoes simple diffusion. നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഡൈജസ്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾ അമിനോ ആസിഡ് ഒക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കാണ് കൂടുതലായിരിക്കും അല്ലേ. അങ്ങനത്തെ കേസിൽ ഫ്രം ദ ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ ഈസിലി ഇറ്റ് ക്യാൻ അണ്ടർഗോ പാസേജ്. അങ്ങനത്തെ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്ന സ്മോൾ എമൗണ്ട് ഓഫ് monosaccharides as glucose molecule, amino acid and some electrolyte as chloride ion. Chloride ionum amino acidnum അതുപോലെ ചില മോണോസാക്കറൈഡിനൊക്കെയാണ് ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ഡിഫ്യൂഷൻ നടക്കുന്നത്. Then after that we can see the monosaccharide as glucose and all, they need a transporter protein or they need a facilitated transporter. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബയോമോളിക്യൂളിലെ GLUT4 is the transporter of glucose molecule എന്ന് പഠിച്ചിട്ടില്ലേ. അങ്ങനത്തെ മോളിക്യൂൾസിന്റെ ഹെൽപ്പോട് കൂടി ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന മോളിക്യൂൾസ് ഉണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇറ്റ് ഒക്കേഴ്സ് ഫോർ സം ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്. അമിനോ ആസിഡിനും ഗ്ലൂക്കോസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ പ്രോട്ടീൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാം. ദിസ് ഈസ് ഓൾസോ അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അഗെയിൻസ്റ്റ് ആയിട്ടൊന്നും അല്ല ഈ തരത്തിലുള്ള മോണോസാക്കറൈഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. അതേപോലെ active transport എന്ന് പറഞ്ഞാൽ ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ അഗെയിൻ ദ പമ്പിങ് ഇറ്റ് വിൽ ഓക്കർ. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഉള്ളിലെ ഗ്ലൂക്കോസിനെ കുറെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും ചെയ്യും. എന്ന് കരുതി ഗ്ലൂക്കോസിന്റെ അളവ് കുറവാണ് ഡിഫ്യൂഷൻ നടക്കില്ല എന്ന് കരുതി നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കിടക്കുന്ന ആവശ്യമുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ ഫീക്കൽ മാറ്റർ ആയിട്ട് പുറന്തള്ളപ്പെടില്ല. ദാറ്റ് ഹാസ് ടു ബി അബ്സോർബ് ടു അവർ ബോഡി. അതെങ്ങനെയായിരിക്കും അബ്സോർബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ active transport വഴിയായിരിക്കും. So active transport it occurs from lower to higher concentration that will be occurred with monosaccharide as glucose, some electrolyte like sodium and amino acid. Amino acidനും sodium absorptionനും അതുപോലെ തന്നെ ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷനും ഒക്കെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ വഴിയും കാണും. അതേപോലെ വാട്ടറിന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് അനുസരിച്ച് നമ്മുടെ വാട്ടറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് തന്നെയാണ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ് കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക് അവർ മൂവ് ചെയ്യുള്ളൂ. Now we can see fatty acid and glycerol. Fatty acid and glycerol ഇങ്ങനെ തന്നെയാണ് കേട്ടോ. Fatty acid and glycerol ഇവർ രണ്ടുപേരും എങ്ങനെ അബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ ദിസ് വിൽ നോട്ട് ബി ഏബിൾ ടു പാസ് ഡയറക്ട്ലി. ഇറ്റ് വിൽ അണ്ടർഗോ ആൻ ആഗ്രിഗേഷൻ. അവരൊരു ആഗ്രിഗേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു മിസെല്ല് ഫോം ചെയ്യും. ഈ മിസെല്ലിനെ കവർ ചെയ്തിട്ട് ഒരു പ്രോട്ടീൻ കവറും കൂടി ആകുമ്പോൾ കൈലോ മൈക്രോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ കൈലോ മൈക്രോൺ ആണ് നമ്മുടെ ലാക്റ്റിയലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ലാക്റ്റിയൽ എന്ന് പറയുന്നത് എന്താ? ലാർജ് ലിംഫ് വെസൽ വിച്ച് ഈസ് അസോസിയേറ്റഡ് ടു ദ മൈക്രോവില്ലൈ ആൻഡ് വില്ലൈ ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലേ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വില്ലയിലും മൈക്രോ വില്ലയിലും ഒക്കെ കാണുന്ന ലാർജ് ലിംഫ് വെസലിനെയാണ് നമ്മൾ ലാക്റ്റിയൽ എന്ന് പറയാം. അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ പറയുന്ന കൈലോ മൈക്രോൺ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഈ ലിംഫ് വെസൽ വന്നിട്ട് കൈലോ മൈക്രോണിനെ എങ്ങോട്ട് റിലീസ് ചെയ്യുന്നറിയോ? ബ്ലഡ് സ്ട്രീമിലേക്ക് തന്നെ റിലീസ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ അണ്ടർഗോ ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഇറ്റ് വിൽ അണ്ടർഗോ പ്രോസസ് ഇൻ ദ ലിവർ ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് പർപ്പസ് ലൈക്ക് ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യൂസ്ഡ്. അങ്ങനെയാണ് ഈ ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറോളിൻ്റെയും അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി ഈ അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ടിഷ്യൂസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത്? എനർജിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് ദാറ്റ് ന്യൂട്രിയൻസ് ഇറ്റ് വിൽ ബി യൂസ്ഡ് ബൈ ദ ടിഷ്യൂസ് ഇൻ അവർ ബോഡി
ടിഷ്യൂസിൽ അത് റെസ്പിറേഷൻ നടന്നിട്ട് അത് ATP മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് ബൈ ദ സെൽസ് ഓഫ് അവർ ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ആസ് അസിമിലേഷൻ. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അസിമിലേറ്ററി പവർ എന്ന് പറയുന്നത്. ന്യൂട്രിയൻസിന് എന്തെന്നാ പറയാ? അസിമിലേറ്ററി പവർ എന്ന് പറയാം. കാരണം അസിമിലേഷന് വേണ്ടിയിട്ടുള്ള പവറാണ് ഈ പറയുന്ന ന്യൂട്രിയൻസ് വിച്ച് ഇസ് അബ്സോർബ് ടു അവർ ബോഡി. അതേപോലെ ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് നമ്മുടെ എലിമെന്ററി ട്രാക്റ്റിന്റെ ഡിഫറെന്റ് പാർട്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് അബ്സോർബ് ചെയ്യുക. നമ്മൾ പറഞ്ഞു എലിമെന്ററി ട്രാക്റ്റിന്റെ ഫസ്റ്റ് പോർഷൻ ഇറ്റ് ഈസ് ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൗത്ത്. മൗത്ത് റീജിയനിൽ അബ്സോർബ് ചെയ്യപ്പെടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഡ്രഗ്സ് ഒക്കെ ഈ വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ചില ഡ്രഗ് നാവിൻ്റെ അടിയിൽ വെക്കുന്നത്. ഇപ്പോൾ കാർഡിയാക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടർ വാസോ ഡൈലേഷന് വേണ്ടിയിട്ടുള്ള ചില ടാബ്ലറ്റ്, നൈട്രജൻ ഓക്സൈഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ടാബ്ലറ്റ് കൊടുക്കാറുണ്ട്. ആ ടാബ്ലറ്റ് ഒക്കെ ഈ പേഷ്യൻസ് പെട്ടെന്ന് നെഞ്ചുവേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നാവിൻ്റെ അടിയിലാണ് വെക്കുക. നാവിൻ്റെ അടിയിൽ നിന്ന് ഡയറക്റ്റ് ബ്ലഡ് കാപ്പിലറീസിലേക്ക് അതിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ചില ഡ്രഗ്സ് ഒക്കെ എവിടുന്ന് അബ്സോർബ് ചെയ്യുക? മൗത്തിൽ നിന്ന് തന്നെയാണ് ചില ഡ്രഗ്സ് ഒക്കെ അബ്സോർബ് ചെയ്യുക. ഓക്കെ, അതേപോലെ സ്റ്റൊമക് റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാട്ടർ, സിമ്പിൾ ഷുഗർ, അതേപോലെ തന്നെ ആൽക്കഹോൾ, ഇതൊക്കെയാണ് ഇവിടുന്ന് സ്റ്റൊമക് റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്യുക. അതാണ് ആൽക്കഹോളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പെട്ടെന്ന് തന്നെ കാണിക്കാനുള്ള കാരണം. പിന്നെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മേജർ അബ്സോർപ്ഷൻ സെന്റർ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ജെജുനം ഇലിയം റീജിയനിലാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത്. കാരണം മാക്സിമം ഡൈജഷൻ ഇറ്റ് വിൽ ബി ഫിനിഷ്ഡ് വിത്തിൻ ഡിയോഡിനം റീജിയൻ. ഡിയോഡിനം റീജിയനിലൊക്കെ മാക്സിമം ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാ ഭാഗത്തുനിന്നും ഈ പറയുന്ന മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യാം. ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസ് അബ്സോർബ്ഡ് ദെയർ. അതേപോലെ തന്നെ അമിനോ ആസിഡ് ക്യാൻ ബി അബ്സോർബ്ഡ് ദെയർ. അതേപോലെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീജിയനിൽ നിന്നായിരിക്കും. ലാർജ് ഇൻറ്റസ്റ്റൈൻ റീജിയനിൽ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇറ്റ് വിൽ ഒക്കർ, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്. റിക്വയർമെന്റ് അനുസരിച്ച് വെള്ളം വീണ്ടും ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യാം. അതേപോലെ ചില മിനറൽസ് അബ്സോർബ് ചെയ്യാം. അതുപോലെ ചില ഡ്രഗ്സ് ഒക്കെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് കാണാം കേട്ടോ. സോ ദിസ് ഈസ് ദ different ways or different parts of the alimentary tract which will help in absorption of the food. Mouth in absorb ചെയ്യുന്ന ഡ്രഗ് ആണെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് സിമ്പിൾ ഷുഗേഴ്സും അതുപോലെ ആൽക്കഹോളൊക്കെ അബ്സോർബ് ചെയ്യാം. അതേപോലെ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈൻ നോക്കിയാൽ മാക്സിമം അബ്സോർപ്ഷൻ അവിടെയാണ് നടക്കുക. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വാട്ടറും മിനറൽസും അതുപോലെ ഡ്രഗ്സ് ഒക്കെയാണ് അബ്സോർബ് ചെയ്യുക. ഇനി നമ്മൾ കലോറിഫിക് വാല്യൂ ഓഫ് ദ ഫുഡ്, എന്താണ് ഒരു ഫുഡിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് നോക്കിയാൽ നമ്മുടെ എനർജി റിക്വയർമെന്റ് ഓഫ് ആൻ ആനിമൽ or the energy which is present in a nutrient, ഇത് രണ്ടും നമുക്ക് കലോറിഫിക് വാല്യൂ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഫുഡുകൾ എന്ന് പറയുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റും, ഒന്ന് പ്രോട്ടീനും, ഒന്ന് ഫാറ്റും ആണ്. സോ വാട്ട് ഈസ് ദ കലോറിഫിക് വാല്യൂ ഓഫ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് കലോറിഫിക് വാല്യൂ ഇറ്റ് ഈസ് 4.1 കിലോ കാലറി per gram. 4.1 kilo calorie energy is present in 1 gram of carbohydrate, and we can see the calorific value of protein is little more than that, that is 5.65 kilocalorie per gram is the calorific value of protein. 1 gram protein ഡൈജസ്റ്റ് ചെയ്താൽ നമുക്ക് അല്ലെങ്കിൽ റെസ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന 5.65 കിലോ കാലറി എനർജിയാണ്. അതുപോലെ ഫാറ്റ് ഇറ്റ്സ് കലോറിഫിക് വാല്യൂ ഇറ്റ് ഈസ് 9.45 കിലോ കാലറിയാണ്. അതിലും കൂടുതലാണ്. ഏറ്റവും കുറവുള്ളത് കാർബോഹൈഡ്രേറ്റിന്, പിന്നെ പ്രോട്ടീന്, ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഫാറ്റിനാണ്. ദാറ്റ് ഈസ് 9.45 കിലോ കാലറി per gram calorie of energy can be produced from the fat. Okay, so this is all about the absorption of digested product. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡിസോർഡേഴ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.